ഉള്ളവരായിരിക്കുമല്ലോ. അപ്പൊ അവരുടെ എത്തിക്സുകളും കാര്യങ്ങളും മുറുകെ പിടിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഞാൻ അതിനെ എന്റർടൈൻ ചെയ്യാനൊന്നും ഞാൻ പറയില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക. പക്ഷെ ആദ്യമായിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അതിന്റെ കുറെ മെത്തേഡുകൾ അറിയാതിരിക്കും. എങ്ങനെയാണ്, ആരാണ്, എന്താണ്, എങ്ങനത്തവരാണ് എന്നൊക്കെ നമുക്ക് അറിഞ്ഞെടുത്ത് വരാൻ കുറച്ച് പ്രയാസമാണ്. കാരണം സോഷ്യൽ മീഡിയ എന്നത് നമ്മൾ ഫേസ് ടു ഫേസ് കാണുന്ന അല്ലെങ്കിൽ എപ്പോഴും കാണുന്ന പോലത്തെ ഫ്രണ്ട്സുകളൊന്നും ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ സലീന ഞാൻ വരും, തൂണ് പിളർന്നു വരും. അതെ അതെ അതെ, എവിടെ നിന്നാണെങ്കിലും പിളർന്നു വരും. ഈ ഓരോ തുരുമ്പിലും മൺതരിയിലും അൽത്താഫ് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൂണ് പിളർന്നിട്ടാണെങ്കിലും അൽത്താഫ് എത്തിയിരിക്കും സലീന 12 മണിക്ക്. കേട്ടല്ലോ, അൽത്താഫിന് ഇത്രയും നല്ലൊരു സപ്പോർട്ട് സലീനാക്ക് ഇനി എവിടുന്ന് കിട്ടണമെന്നും കൂടെ ഒന്ന് പറയട്ടോ. അപ്പോ റിഫാഡാണ് പറഞ്ഞത്, ഒന്ന് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നല്ലാതെ പുതിയ കാര്യങ്ങളിലേക്ക് ഞാൻ ക്ഷണം നൽകുന്നില്ല എന്നുള്ളത് കൂടെ പറയുകയാണ് കേട്ടോ. വേറെ എന്താണ് വിശേഷങ്ങൾ? ഇനിയിപ്പോ എപ്പോ വരും നമ്മുടെ മോള്, എപ്പോ വരും എന്നുള്ളത് കൂടെ പറയും. ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട്, പക്ഷെ എന്താ പറയുക, എല്ലാവർക്കും അവരുടേതായ തിരക്കുകളും കാര്യങ്ങളും കൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മൾ വീക്ഷിക്കാനുള്ളൊരു സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ പറയാനൊന്നും ചിലപ്പോൾ അവർക്ക് സമയം കിട്ടാത്തതിന്റെ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ഇരിക്കുന്ന പോലെ നമ്മളെപ്പോലെ എല്ലാവരും ഒരുപോലെ സമയം കണ്ടെത്തുന്നവരായിരിക്കില്ല. കേൾക്കാൻ സമയം കാണുന്നത് പോലെയല്ല നമ്മളോട് കൂടി ഇരുന്ന് സംസാരിക്കാനുള്ള സമയം. കേൾക്കുക എന്നത് ഒരു സൈഡിൽ നമ്മൾ പറയുമ്പോൾ ഒരു സൈഡിൽ ഇരുന്നുകൊണ്ട് അവർക്ക് പല പണികൾക്കിടയിലും പല ജോലികൾക്കിടയിലും മൾട്ടി ടാസ്ക് പോലെ നമ്മളെ ശ്രമിക്കാൻ കഴിയും. അതല്ലാത്ത കുറെ സുഹൃത്തുക്കൾക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതായിരിക്കും അവർക്കൊരു നമ്മളോട് ചെയ്തു തരാൻ പറ്റുന്ന ഒരു സ്നേഹത്തോടെ അവർക്ക് നമ്മൾക്ക് ചെയ്തു തരാൻ കഴിയുന്നത്. അതുകൊണ്ട് സൈലന്റ് ആയിട്ടാണ് കേട്ടുകൊണ്ടിരുന്നതിന് വളരെ 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 നന്ദി. ഒരു സെക്കൻഡ്, ഒരു മെസ്സേജ് വന്നിട്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതിന്റെ മെസ്സേജുകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വെൽക്കം ടു മൈ ചാനൽ വിഷ്വൽ സ്റ്റോക്ക് മീഡിയ. ഞാൻ നിങ്ങളോടൊപ്പം സഹീറാണ്. ആരൊക്കെയാണ് സുഹൃത്തുക്കൾ എന്നുള്ളത് അറിയില്ല. കുറേ താഴോട്ട് പോയി നമ്മുടെ ഗ്രാഫ്, നല്ല മുകളിൽ നിന്ന് ഒറ്റയടിക്ക് താഴേക്ക് വന്നു. ഇനി എപ്പോഴാണ് നമ്മുടെ ഗ്രാഫ് മുകളിലേക്ക് കയറുക എന്നുള്ളത് നോക്കിയിരിക്കേണ്ടതാണ്. സംടൈം പെട്ടെന്ന് തന്നെ ഗ്രാഫ് മുകളിലേക്ക് കയറും, അതേപോലെ തന്നെ താഴേക്ക് ഇറങ്ങും. പക്ഷേ ഇപ്പോൾ കുറേ നേരമായിട്ട് നല്ലൊരു രീതിയിലാണ് നമ്മുടെ ഗ്രാഫ് ഉണ്ടായിരുന്നത്, വ്യൂവേഴ്സ് ഗ്രാഫ്. അതിനിടയിൽ സുഹൃത്ത്, നമ്മുടെ ഒരു ക്ലയന്റ് എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. അപ്പോൾ അവർക്കൊരു ജേഴ്സിയുടെ ഒരു ഓർഡറിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മെസ്സേജ് റിപ്ലൈക്ക് വേണ്ടി പോയതാണ് ഇടയിൽ. സുഹൃത്തുക്കൾ ഒരുപാട് ബിസിയായി പോയെന്ന് തോന്നുന്നു. ഞാനിവിടെ ഇരിക്കുന്നത് ഇനി കുറേ നേരം ഇരിക്കാൻ എനിക്കും സമയം അനുവദനീയമല്ല. പിന്നെ അത് മാത്രമല്ല, എൻ്റെ മൊബൈലിലെ ചാർജ് ഡെഡായി തുടങ്ങിയിട്ടുണ്ട്, ബാറ്ററി ഡെഡായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അൽത്താഫെ, അതുപോലെ സലീന ആൻഡ് ഖദീജ, രാജീവ്, സൽമാൻ, റിഫാസ്, അങ്ങനെ കുറച്ച് പേരാണ് നമ്മളോട് ഇന്ന് സുഖവിശേഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ചേർന്നത്. അവരെല്ലാവരും ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അവരോടെല്ലാവരോടും ഞാൻ ഇന്നത്തെ എൻ്റെ ലൈവിനെ എൻഡ് ചെയ്യാണ്. എല്ലാവർക്കും, ലൈക്ക് ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഞാൻ അറിയാതെ എന്നെ കണ്ടിരുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട്, നല്ലൊരു തിങ്കളാഴ്ച, നല്ലൊരു വീക്ക് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്നും ഇന്ന് ഈ ലൈവിൽ നിന്നും വിട പറയുകയാണ്. ഇന്ന് ചിലപ്പോൾ കഴിയുന്നത് പോലെ മറ്റൊരു ലൈവുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഓടിയെത്താം. അതിനിടയിൽ നിങ്ങളോടുള്ളൊരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ചെറിയ ചെറിയ വീഡിയോകളുണ്ട്. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പൂക്കളിൽ തേൻ മുതിരുന്ന കാർവണ്ടുകളുടെ ഒരു വീഡിയോ. എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ചെറിയൊരു ഉള്ളക്കം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു വർണ്ണശലഭമായ പൂക്കളാണെങ്കിൽ പോലും, നല്ല സൗന്ദര്യം വിടരുന്ന പൂക്കളാണെങ്കിലും അല്ല എങ്കിലും അതിൽ നിന്ന് തേൻ നുകരാൻ വരുന്നത് പല തരം ശലഭങ്ങളും, അത് നമുക്ക് മനസ്സിന് കുളിർമ നൽകുന്ന, സന്തോഷം നൽകുന്ന ശലഭങ്ങൾ ഉണ്ടാവാം. അതെല്ലാം നമ്മളെ നല്ല രീതിയിൽ വേദനിപ്പിക്കുന്ന കാർബണ്ടുകൾ ഉണ്ടാവാം.
ആര് തന്നെയായാലും വന്ന് ചേർന്ന് കുടിച്ചു പോകുന്നത് തേനാണ് അവരുടെ ഉദ്ദേശം.